കിട്ടിയ കഥ. കെട്ടിപ്പിടിച്ചു കരയാൻ ഒരു തലയിണ പോലും ഇല്ലാത്തവരുടെ ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ മാസം പെൻഗ്വിന് കൊണ്ടുപോയെങ്കിൽ ഈ മാസം ഈ കുരങ്ങൻകുട്ടി കൊണ്ടുപോയി. 7 മാസം മുമ്പ് ജപ്പാനിലെ ഒരു സൂവിലെത്തുന്നതാണ് പഞ്ച് എന്നു പേരുള്ള ഈ കുരങ്ങൻകുട്ടി. ജനിച്ച മുതലേ അമ്മയെ നഷ്ടപ്പെട്ട അവനെ സൂവിലെത്തിയപ്പോൾ മറ്റു കുരങ്ങന്മാർ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആട്ടിയോടിക്കാനും ആക്രമിക്കാനും ഒറ്റപ്പെടുത്താനും തുടങ്ങി. ഇത് കണ്ട സൂകീപ്പർ അവനൊരു പ്ലഷ് എന്ന സോഫ്റ്റ് ടോയിയെ സമ്മാനിക്കുകയും ശേഷം കാണുന്ന കാഴ്ച മറ്റുള്ളവർ ആട്ടിയോടിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ആക്രമിക്കുമ്പോഴൊക്കെയും ഈ പാവക്കുട്ടിയെ എടുത്തിട്ട് അതിന്റെ കൂടെ നടന്ന് അതിനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന പഞ്ചിനെയാണ്. ഈ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഹൗ ഇമ്പോർട്ടന്റ് ഈസ് സംവൺസ് പ്രസൻസ് ഇൻ അവർ ലൈഫ്. പറയാൻ ഒരാളില്ലാത്ത ചാരാൻ, ഒരു ചുമരില്ലാത്തവരുടെ ജീവിതത്തിലെ ഏകാന്തതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരൊരു പക്ഷേ സ്വന്തം ബൈക്കോ കാറോ ഒക്കെ എടുത്തിട്ട് ഒറ്റയ്ക്കൊരു റൈഡ് പോകും. ഇഷ്ടപ്പെട്ട സ്ഥലത്തിരിക്കും. നട്ടുവളർത്തിയ പൂക്കളോടും ചെടികളോടും പ്രിയപ്പെട്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ പറയും. എന്തിന്? തലയിണകൾ കണ്ടത്ര കണ്ണീരൊന്നും ചില മനുഷ്യർ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നത് പോലെ പലപ്പോഴും മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാറില്ല. പഞ്ചിന് പ്ലഷ് ആയതുപോലെ ആരുടെയെങ്കിലും ലൈഫിൽ നമുക്കൊരു തലയിണയെങ്കിലും ആവാനാവണം.